ഇടുക്കി കുറ്റിയാർ വാലിയിൽ കാട്ടാന പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. പടയപ്പ ഒരു വലിയ നിതാന്ത ശല്യമായി മാറിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ സ്ക്രീനിൽ നടു റോഡിൽ വലിച്ചുന്ന പടയപ്പയുടെ ദൃശ്യമാണ്. പടയപ്പ കഴിഞ്ഞ കുറച്ച് പറഞ്ഞോളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ പടയപ്പ അത്ര നല്ല സ്വഭാവത്തിലല്ല എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു, ഒരു KSRTC ബസ് പിന്നോട്ടടിപ്പിക്കുന്നു, അങ്ങനെ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് പടയപ്പ ഈ മൂന്നാർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ഇന്നിപ്പോൾ ഈ വന്നിരിക്കുന്ന ദൃശ്യങ്ങളും. കുറ്റ്യാർവാലി നെറ്റുമേട് റൂട്ടിലാണ് പടയപ്പ ഇറങ്ങിയത്. അതുവഴി എത്തിയ വാഹനങ്ങൾ പടയപ്പ ഒരല്പനേരം തടഞ്ഞു നിർത്തി. എന്തായാലും വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം നടത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഇന്നലെ ആശ്വാസകരമായ കാര്യമാണ്. ഒരല്പനേരം അങ്ങനെ നിലയുറപ്പിച്ചതിന് ശേഷം പടയപ്പ വഴി മാറിക്കൊടുക്കുകയായിരുന്നു. പിന്നീട് ആ വാഹനങ്ങൾ കടന്നു പോവുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ എന്തായാലും കുറ്റ്യാർവാലി എസ്റ്റേറ്റിനോട് ചേർന്ന് പടയപ്പയുണ്ട്. ജനവാസ മേഖലയിലാണ്. പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള പരാതി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. RRTയുടെ പ്രത്യേക നിരീക്ഷണം ഉണ്ട് എന്ന് പറയുമ്പോഴും അതത്ര കാര്യക്ഷമമല്ല എന്ന് നാട്ടുകാർ പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് കൂടുതൽ ശ്രദ്ധ പടയപ്പയുടെ കാര്യത്തിൽ ചുമത്തേണ്ടതാണ്. അത് ഇല്ല എങ്കിൽ വലിയ പ്രതിസന്ധി നാട്ടുകാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.